സുബർണയുടെ എന്തൊക്കെയായിരുന്നു ഷൂട്ട് എക്സ്പീരിയൻസ്? ഷൂട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ലോങ് സ്കെഡ്യൂൾ അല്ല, ലൈക്ക് ടൈം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആയിരിക്കും തീരെ. സെയിം. അപ്പോൾ ഉറക്കം ഭയങ്കര വിഷയമായിരുന്നു. പോരാഞ്ഞ് എനിക്ക് ഞാൻ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന കോണ്ടാക്ട് ലെൻസ് എന്തോ 6 hours എന്തോ ഡ്യൂറേഷനേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ ഒരു മോർണിംഗ് 5 o'clock വെച്ച് കഴിഞ്ഞാൽ 24 hours അത് വെക്കണ്ടേ. ലാസ്റ്റ് കുറേ സീനൊന്നും കണ്ണ് കാണണ്ട ഞാൻ അഭിനയിച്ച്. ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സും കൂടി ഹഗ് ചെയ്യുന്ന സീനൊക്കെയാണ്. ഞാൻ ആരെ ഹഗ് ചെയ്യുന്നത് എന്താണെന്നൊന്നും എനിക്കറിയാം. ഒരു ഐഡിയയുടെ പുറത്ത് ഞാൻ റിനോച്ചേട്ടൻ എനിക്കൊന്നും കാണാൻ പറ്റില്ല, ഒരു ഐഡിയയുടെ പുറത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ രസമായിരുന്നു കുറച്ച് ദിവസം. അർച്ചനയ്ക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി സെയിം ആയിരുന്നു. മോർണിംഗ് ഞങ്ങളൊരു 6 o'clock തുടങ്ങിയ സ്കെഡ്യൂള് തീർന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഫുള്ള് നൈറ്റ്. അത് ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ട്, സോങ് ഒരു വെഡിങ് സംഭവമാണ്. അപ്പം സോങ്ങും ഡാൻസും കൊറിയോഗ്രഫിയും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ആരും ഉറങ്ങിയിട്ടേ ഇല്ല. ഫുള്ള് ബഹളമല്ലേ, കല്യാണത്തിന്റെ ബഹളവും ക്രൗഡും ഒരുപാടുണ്ടായിരുന്നു. ഭയങ്കര ലോങ് ഷൂട്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞങ്ങളുടെ സ്കെഡ്യൂൾ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ മറക്കില്ല ഷൂട്ട്. എന്റെ ഇത് ഫസ്റ്റ് ഫിലിമാണ്, മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ തമിഴ് പ്രോജക്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു മൊമെന്റ്, എന്തെങ്കിലും ഫണ്ണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഷൂട്ടിന്റെ ഇടയിൽ? ഓർക്കണം, ഓർത്ത് നോക്ക് എന്തെങ്കിലും ഉണ്ടോ. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ഡാൻസ് പഠിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ അതാ ഇപ്പൊ കാസ്റ്റിംഗ് അവർ കോൾ ചെയ്തപ്പോ തന്നെ ആകെ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഡാൻസ് അഭിനയിക്കണം ഓഫ് കോഴ്സ്, പക്ഷെ ഡാൻസ് കളിക്കണം. ബിക്കോസ് നമുക്ക് ഒരുപാട് ദിവസം ഒന്നും റിഹേഴ്സൽ ചെയ്യാനില്ല. അപ്പൊ തന്നെ വന്ന് കൊറിയോഗ്രാഫർ പഠിപ്പിച്ചു തരും, എന്നിട്ട് ഡാൻസ് കളിക്കണമെന്നായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ചാലഞ്ചിങ് ആയിരുന്നു. ഞങ്ങൾ രാവിലെ വന്ന ഉടനെ കോസ്റ്റ്യൂം മാറ്റി ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. പിന്നെ വൈകുന്നേരം വരെ പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ ഷോട്ട് പോയി. ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് നൈസ്. ആദ്യമായിട്ട് മലയാള സെറ്റിൽ വർക്ക് ചെയ്തൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൊഡക്ഷൻ. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഭയങ്കര കാം, കമ്പോസ്ഡ്, പേഷ്യന്റ്, ഭയങ്കര നിങ്ങളുടെ എന്തെങ്കിലും ആക്ച്വലി നിങ്ങളുടെ പോർഷൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കുറച്ച് അതെല്ലാരും പറഞ്ഞത് നമ്മുടെ കഥ കുറച്ച് ട്രെയിലർ കാണുമ്പോഴും അതെന്താ സംഭവം നടക്കുന്നതെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനായാലും അർച്ചനായാലും ഫുള്ള് കഥ എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അർച്ചനയുടെ സ്റ്റോറി അറിയില്ല എന്താന്നുള്ളത്. ഞങ്ങളുടെ പറഞ്ഞ രസം, ഞങ്ങൾ 5 ഗേൾസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഈ പറഞ്ഞ 3 days ഒക്കെ ഗ്രൂമിങ് സെഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാനും കുറച്ചും കൂടി കണക്ട് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. പക്ഷെ പറഞ്ഞാൽ എല്ലാവരും ഒരേ ടൈം ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് സീക്വൻസിലേ ഉള്ളൂ, ബാക്കിയൊക്കെ സ്പ്ലിറ്റ് ആണ്. സോ അവിടെ എന്താ നടന്നത്, ഇവിടെ